ഹലോ എവരിവൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രോൾ ഓർഗനൈസേഷനാണ്. സോ നമ്മൾ എന്താണ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു, കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. ഇതിൽ 4 മെത്തഡോളജീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 4 മെത്തഡോളജീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ്, ഒന്ന് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, ഒന്ന് PLA കൺട്രോള്, ഒന്ന് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റും അതുപോലെ തന്നെ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡും പഠിച്ചു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. എന്താണ് PLA കൺട്രോൾ, പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന 4 മെത്തേഡുകളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസണും നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും പ്രീവിയസ് വീഡിയോ കാണണം. പ്രീവിയസ് വീഡിയോ കണ്ടാലേ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി കൺട്രോൾ ഓർഗനൈസേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ഇൻപുട്സ് നമ്മൾ ഇനീഷ്യലി കൊടുക്കും, അതിൽ നിന്ന് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യും. ആ മൈക്രോ ഓപ്പറേഷൻസിൻ്റെയും നമ്മൾ ഇൻപുട്ട് ഡാറ്റയുടെയും ബേസിൽ ഡാറ്റ പ്രോസസ്സേഴ്സ് കൺട്രോൾ ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കൺട്രോൾ ഔട്ട്പുട്ടുകളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാറ്റസ് കണ്ടീഷൻസ് യൂസ് ചെയ്യും. ഇതായിരുന്നു ജനറൽ ആയിട്ടുള്ളൊരു കൺട്രോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. അതിലെങ്ങനെ നമുക്ക് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് വെച്ചിട്ട് എങ്ങനെ അത് ചെയ്യാം, അതുപോലെ തന്നെ സീക്വൻസ് രജിസ്റ്റർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നമ്മൾ പറഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാം. അതാണ് PLA കൺട്രോൾ. ഓക്കെ, PLA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി പ്രോഗ്രാമബിൾ ലോജിക് അറേയാണ് നമ്മൾ എന്ത് പറയുന്നത്, PLA എന്ന് പറയുന്നത്. അപ്പോൾ PLA കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. സോ PLA കൺട്രോൾ യൂസസ് എ പ്രോഗ്രാമബിൾ ലോജിക് അറേ ടു ജനറേറ്റ് control signals based on the input conditions. PLAs are used to implement combinational logic which can control the system based on different conditions. The PLA is programmed with a set of input conditions and corresponding output control signals. When certain conditions or states are met, the PLA generate the required control signals for the system. This method provides flexibility as the PLA can be reprogrammed to change the control logic. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഡീകോഡറിനെയും അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സിനും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമബിൾ ലോജിക് അറേ വെച്ചിട്ട് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു PLA ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു PLA എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് അറേ ആണ് നമ്മൾ PLA എന്ന് പറയുക. ഈ PLAയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ PLA ബ്ലോക്കിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കണ്ടീഷൻസ് കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി മൈക്രോ ഓപ്പറേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി ഒരു സീക്വൻസ് ജനറേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കറണ്ട് സ്റ്റേറ്റുകളെ സ്റ്റോർ ചെയ്യാൻ ഒരു സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടിനെ തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ ഫെഡ് ബാക്ക് ചെയ്യാനുള്ള ഒരു കൺട്രോൾ ലൂപ്പ് മെക്കാനിസവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ. ഇത് ശരിക്കും നമ്മുടെ സീക്വൻസ് രജിസ്റ്ററാണ്. ഓക്കെ, ഇത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കണ്ടീഷൻസ് ആണ്. ഇത് നമ്മുടെ മൈക്രോ ഓപ്പറേഷൻസിൻ്റെ ഇനിഷ്യേഷനാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കൺട്രോൾ ലോജിക്കിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നമുക്ക് PLA കൺട്രോൾ എന്ന് പറയാം. സോ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആർ പ്രൊവൈഡ് ടു PLAയിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ദ സീക്വൻസ് രജിസ്റ്റർ പ്രൊവൈഡ് ദി കറണ്ട് സ്റ്റേറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഇൻഡെക്സ് ഇൻ ടു ദി PLA ടു ഡിറ്റർമൈൻ വിച്ച് കൺട്രോൾ സിഗ്നൽ ഷുഡ് ബി ജനറേറ്റഡ്. ഏത് കൺട്രോൾ സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്, ഏതിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാനാണ് സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദ PLA ക്യാൻ ജനറേറ്റ് ദി കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽസ് considering both the current state and external input conditions. These control signals are used to initiate the micro operations, which are the fundamental operation that move data, perform calculations or execute other system tasks. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് PLA കൺട്രോൾ എന്ന് പറയുന്നത്. ബാക്കി പറഞ്ഞ 2 മെത്തേഡിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് PLA കൺട്രോൾ. അപ്പോൾ എന്തൊക്കെയാണ് PLA കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കസ്റ്റമൈസേഷൻ. PLA provide high degree of flexibility and can
കസ്റ്റമൈസ്ഡ് ടു സ്യൂട്ട് ദി സ്പെസിഫിക് കൺട്രോൾ ലോജിക് നീഡ് ദി സിസ്റ്റം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ഏത് പോയിൻ്റ് ഓഫ് സ്റ്റേറ്റിലും ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് ലോജിക്ക്. നമ്മൾ ആദ്യം പഠിച്ച രണ്ട് മെത്തേഡും കോംപ്ലക്സ് ലോജിക്കിൽ വളരെ പുവർ പെർഫോമൻസ് ആണ്. ഇത് കോംപ്ലക്സ് ലോജിക്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റീപ്രോഗ്രാം കേപ്പബിലിറ്റി. PLAs can be reprogrammed to change the logic without modifying the hardware. ഹാർഡ്വെയറിനെ മാറ്റാതെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ലോജിക് സർക്യൂട്ടറി. ഇംപ്ലിമെൻറ്റിംഗ് PLA is typically require larger amount of logic circuitry than simpler method. അപ്പോൾ ലാർജ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ടറീസ് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് എന്നുള്ളത് ബാക്കി പറഞ്ഞ രണ്ട് മെത്തേഡിനേക്കാളും കൂടുതലായിരിക്കും കോസ്റ്റ്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് PLA കൺട്രോൾ ലോജിക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഒരു മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. നാലാമത്തെ മെത്തേഡിൻ്റെ പേരാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. അപ്പോൾ എന്താണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ? ഇതാണ് നമ്മൾ ഇനി ഉള്ള മിക്ക മെത്തേഡ്സിലും ഈ ഒരു ടെർമിനോളജി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ? മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ 3 ബ്ലോക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് ബ്ലോക്ക്, ഇതെൻ്റെ സെക്കൻഡ് ബ്ലോക്ക്, ഇതെൻ്റെ തേർഡ് ബ്ലോക്ക്. കണ്ടോ? ഫസ്റ്റ് ബ്ലോക്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്നുള്ളൊരു ബ്ലോക്കാണ്. ഇത് നമ്മുടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ്. ഇത് നമ്മുടെ റോമാണ് അല്ലെങ്കിൽ കൺട്രോൾ മെമ്മറിയാണ്. 3 ബ്ലോക്കുകൾ വഴിയാണ് നമ്മൾ ഇവിടെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൈക്രോ ഓപ്പറേഷൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ട്. ഓക്കെ, ഇതിൽ നിന്ന് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിലേക്ക് പാസ് ചെയ്യും. അത് നമ്മൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യും, കൺട്രോൾ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ ആയിരിക്കും നമുക്ക് മൈക്രോ ഓപ്പറേഷൻസ് കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. മൈക്രോ പ്രോഗ്രാമിംഗ് ഇൻവോൾവ് സ്റ്റോറിംഗ് കൺട്രോൾ ഇൻഫർമേഷൻ ഇൻ എ മെമ്മറി where each address corresponding to a control word that specifies the actions for each state. A microprogram consists of a sequence of micro operations that control different parts of the system. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക് ചിലപ്പോൾ നെക്സ്റ്റ് ഫർദർ വീഡിയോസിൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ബേസിക്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് നമുക്കിവിടെ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ദ കൺട്രോൾ യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം manages the sequencing of operation by initiating series of micro operations. അപ്പോൾ നമുക്ക് സീരീസ് ആയിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ഈ മൈക്രോ പ്രോഗ്രാം കൺട്രോൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 20 ലൈൻ 30 ലൈനുള്ള കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ, മൈക്രോ ഓപ്പറേഷൻസ് വഴി പെർഫോം ചെയ്യാൻ ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്യാം. അറ്റ് എനി ഗിവൺ ടൈം certain operations are triggered while other remain idle. The control variable representing these operations is stored in string of ones and zeros as called control word. ഈ കൺട്രോൾ വേർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ വേർഡിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് 1 or 0. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 1നും ഒരു ഗ്രൂപ്പ് ഓഫ് 0യ്ക്കും ഒരു സ്പെസിഫിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അഡീഷൻ എന്നുള്ളൊരു ഓപ്പറേഷൻ്റെ കൺട്രോൾ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ട്രാക്ഷൻ ഒരു കൺട്രോൾ വേർഡ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
മൾട്ടിപ്ലിക്കേഷൻ ഒരു കൺട്രോൾ വേർഡ് ഉണ്ട്, ഡാറ്റ മൂവ്മെൻറ്റ് ചെയ്യാൻ ഒരു കൺട്രോൾ വേർഡ് ഉണ്ട്, ഇൻക്രിമെൻറ്റ് ബൈ 1 ചെയ്യാൻ ഒരു കൺട്രോൾ വേർഡ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വൺസിൻ്റെയും സീറോസിൻ്റെയും കോംബോ ആയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രോൾ വേർഡുകൾ ഇവിടെ സ്റ്റോർ ചെയ്യും. ഈ കൺട്രോൾ വേർഡിൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദിസ് diagram illustrate the microprogrammed control logic used in the digital system to manage control operations and sequencing. Here an explanation of the components and flow. നമുക്ക് ഇതിൻ്റെ ബേസിക് എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ്, the microprogrammed control logic uses the following sequence of operation. External input conditions are evaluated. ആദ്യം നമ്മൾ external input conditions evaluate ചെയ്യും. The next address generator compute the next address based on the input and പോസിബിളി ദ കറണ്ട് സ്റ്റേറ്റ്. നെക്സ്റ്റ് അഡ്രസ്സ്, ഫസ്റ്റ് അഡ്രസ്സിൽ നമുക്ക് ഫസ്റ്റ് കൺട്രോൾ വേർഡ് കിട്ടും, അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അഡ്രസ്സ് ആക്കുമ്പോൾ നെക്സ്റ്റ് കൺട്രോൾ വേർഡ് വരും. അങ്ങനെ ഈ കൺട്രോൾ വേർഡ്സിൻ്റെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ് ആണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ. ദ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ ഓരോ ഇൻപുട്ടുകളായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ യൂസ് ചെയ്യാം. ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യാം. ദ കറസ്പോണ്ടിങ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആർ ഫെച്ച്ഡ് ഫ്രം കൺട്രോൾ മെമ്മറി. ദ മൈക്രോ ഓപ്പറേഷൻസ് ആർ സ്പെസിഫൈഡ് ബൈ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആർ ഇനീഷ്യേറ്റഡ്. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് വിത്ത് ദി നെക്സ്റ്റ് അഡ്രസ് ബീയിങ് കമ്പ്യൂട്ടഡ്, ദസ് കണ്ടിന്യൂയിങ് ദ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി മൈക്രോ പ്രോഗ്രാം കൺട്രോളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അഡ്വാൻറ്റേജ് ആണ്, കാരണം എത്ര വലിയ ഓപ്പറേഷൻസും ഒരു കൺട്രോൾ വേർഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് നാലാമത്തെ മെത്തേഡ്. അപ്പോൾ 4 മെത്തഡോളജിയിൽ നമുക്ക് ഈ ഒരു കൺട്രോൾ ലോജിക്കിൻ്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 4 മെത്തഡോളജി ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്, പിന്നെ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡറാണ് എഴുതിയിരിക്കുന്നത്, PLA കൺട്രോള്, അതുപോലെ തന്നെ മൈക്രോ പ്രോഗ്രാം കൺട്രോള്. 4ൻ്റെയും കമ്പാരിസൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കൺട്രോൾ ടൈപ്പാണ്. ഏത് കൺട്രോൾ ടൈപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുക? അപ്പോൾ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് ഹാർഡ് വയേർഡ് കൺട്രോളിലാണ്. നമ്മൾ ഹാർഡ് വയേർഡ് കൺട്രോളാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്, അതിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ടൈപ്പ് ഹാർഡ് വയേർഡിൻ്റെയും അതുപോലെ തന്നെ ഡീകോഡിങ് ലോജിക്കിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ സീക്വൻസ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. ഈ ഹാർഡ് വയേർഡ് എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഹാർഡ്വെയർ ബേസ്ഡും സോഫ്റ്റ്വെയർ ബേസ്ഡുമാണ് ശരിക്കും വരിക. PLA കൺട്രോളാണ് എടുത്തത്, പ്രോഗ്രാമബിൾ കൺട്രോൾ യൂസിങ് PLA. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ടൈപ്പ് കേട്ടോ. മൾട്ടി പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വയേർഡ് കൺട്രോൾ ലോജിക് മൈക്രോ. അപ്പോൾ ഹാർഡ് വയേർഡ് ആണെങ്കിൽ അത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റും, സോഫ്റ്റ് വയേർഡ് ആണെങ്കിൽ അത് മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ടൈപ്പ്. അടുത്ത അതിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീക്വൻസ് രജിസ്റ്റർ ഹോൾഡ് ദി കറണ്ട് സ്റ്റേറ്റ് ആണ് രണ്ടാമത്തെ മെത്തേഡിൽ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ പാസസ് ആസ് ഇൻപുട്ട് ടു ദി PLA. ഇതാണ് മൂന്നാമത്തെ മെത്തേഡിൽ. സ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി മെമ്മറി. മെമ്മറിയിലെ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇതാണ് 4 മെത്തേഡിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ്റെ കമ്പാരിസൺ. നെക്സ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് ആണ്. ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ റിക്വയർ ആസ് മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആസ് ദ സ്റ്റേറ്റ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡറിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നില്ല. റിക്വയർ എ ഡീകോഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കോമ്പണൻറ്റ്. PLA കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമബിൾ ലോജിക് അറേ അല്ലെങ്കിൽ PLA ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്. മൈക്രോ പ്രോഗ്രാം കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ റിക്വയർ ROM ഓർ RAM ടു സ്റ്റോർ മൈക്രോ പ്രോഗ്രാംസ്. മൈക്രോ പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യാൻ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി നമ്മൾ യൂസ് ചെയ്യും. ഇനി സ്പീഡ് പറയുകയാണെങ്കിൽ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും, കാരണം ഡയറക്റ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫോർ സ്മോളർ സിസ്റ്റം ബട്ട് ക്യാൻ ബി സ്ലോവർ ഫോർ കോംപ്ലക്സ് സിസ്റ്റം. സ്മോൾ സിസ്റ്റത്തിൽ ഫാസ്റ്റർ ആയിരിക്കും, കോംപ്ലക്സ് സിസ്റ്റത്തിൽ സ്ലോവർ ആയിരിക്കും. PLA എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ബിൽറ്റ് ബട്ട് മേ ഹാവ് ഡിലേസ് ഡ്യൂ ടു പ്രോഗ്രാമബിലിറ്റി. പ്രോഗ്രാമബിലിറ്റി ഉള്ളതുകൊണ്ട് ഡിലേ ആവാനുള്ള സാധ്യത ഉണ്ട് PLA കൺട്രോളിന്. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ലോവർ ദാൻ ഹാർഡ്വെയർഡ് കൺട്രോൾ ഡ്യൂ ടു മെമ്മറി ഫെച്ച് ആൻഡ് ഡീകോഡ് സ്റ്റെപ്സ്. മെമ്മറി ഫെച്ചിങ്ങും ഡീകോഡിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ലോവർ ആയിരിക്കും. അപ്പോൾ ഏറ്റവും സ്പീഡ് വരുന്നത് ഏതാണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് പോലത്തെ മെത്തേഡുകളായിരിക്കും സ്പീഡ് ഓഫ് ഓപ്പറേഷനിൽ മുന്നിൽ നിൽക്കുന്നത് അല്ലേ. ഇനി കോസ്റ്റ് പറയുകയാണെങ്കിൽ ലോ കോസ്റ്റ് ഫോർ സ്മോൾ ഡിസൈൻ ഇൻക്രീസ്ഡ് വിത്ത് സ്റ്റേറ്റ് കൗണ്ട്. സ്മോൾ
സ്റ്റേറ്റുകളാണെങ്കിൽ വളരെ ചീപ്പറായിരിക്കും വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ്. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദി കോംപ്ലക്സിറ്റി ഓഫ് ദി ഡീകോഡർ. ഡീകോഡറിൻ്റെ കോംപ്ലക്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. PLA കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ് ഡ്യൂ ടു പ്രോഗ്രാമബിൾ ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ് ഡ്യൂ ടു നീഡ് ഫോർ റോം ഓർ റാം ആൻഡ് അഡീഷണൽ ലോജിക്ക്. ക്ലിയർ ആയല്ലോ? ഇനി ഏതൊക്കെ കേസസിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക? സിമ്പിളായിട്ടുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസിലാണ് നമുക്ക് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അരിത്തമെറ്റിക് സർക്യൂട്ട്സിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സീക്വൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മീഡിയം സൈസിലെ സിസ്റ്റംസ് വിത്ത് ക്ലിയർ സ്റ്റേറ്റ് ട്രാൻസിഷൻസിലാണ് നമ്മൾ സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുക. PLA കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കോംപ്ലക്സ് സിസ്റ്റത്തിലാണ്. അതായത് മൈക്രോ പ്രൊസസ്സർ പോലത്തെ കോംപ്ലക്സ് സിസ്റ്റത്തിലാണ് നമ്മൾ PLA കൺട്രോൾ യൂസ് ചെയ്യുക. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ കോംപ്ലക്സ് സിസ്റ്റംസ് നീഡിങ് ഫ്ലെക്സിബിലിറ്റി ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മൾട്ടി പ്രോഗ്രാം കൺട്രോൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ 4 മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹാർഡ്വെയർഡ് കൺട്രോൾ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു PLA കൺട്രോൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പർ സ്റ്റേറ്റ് എന്നുള്ള ഈ മെത്തേഡും യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.